എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നിപ്പോൾ ഈ ക്യാമറയുടെ മുൻപിൽ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്നൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് വന്നത്. നമ്മളെല്ലാവരും അത് ചെയ്യും അല്ലേ? ആരാ കണ്ണാടിയിൽ നോക്കാത്ത? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കും. പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കും അല്ലേ? എന്തിനാ കണ്ണാടിയിൽ നോക്കുന്നത്? എല്ലാം ഓക്കെ ആണോ എന്നറിയാനല്ല നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്. ദൈവവചനത്തിൽ ഒരു കണ്ണാടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ വായിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23, 24, 25 വാക്യങ്ങളിലാണ്. അവിടെ പറയുന്ന ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ പ്രാണന്, നമ്മുടെ ആത്മാവിൻ്റെ ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടി നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. പക്ഷേ എത്ര പേര് ഈ കണ്ണാടിയിൽ നോക്കും? ആദ്യത്തെ ചോദ്യം, ഈ കണ്ണാടി ഒന്ന് തുറന്ന് വല്ലപ്പോഴും ഒന്ന് നോക്കണം. വല്ലപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തെ കണ്ണാടിയിൽ നോക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ കണ്ണാടിയിൽ ഒന്ന് കാണണം. ആ കണ്ണാടിയാണ് ഈ ദൈവവചനം. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ പ്രാധാന്യമേറിയതാണ്. കണ്ണാടിയിൽ നോക്കിയാൽ പോരാ. നമ്മളെ തന്നെ ഇപ്പം രാവിലെ നമ്മൾ ജോലിക്ക് പോകാൻ ധൃതി വെച്ച് ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ഓടിപ്പോയി ഒരു കണ്ണാടി നോട്ടം ഉണ്ടല്ലോ. അന്നേരം എന്തിനാണെന്നറിയോ? എല്ലാം ഓക്കെ ആണോ എന്നറിയാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും മുഖത്തെവിടെയെങ്കിലും പറ്റിയിരിപ്പുണ്ടെങ്കിൽ, അല്ലെ മുഖത്ത് എന്തെങ്കിലും ഒരു ചെളിയോ, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു ചെളിയോ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതവിടെ ഇരുന്നോട്ടെ, എനിക്കിപ്പോൾ ഇതിനൊന്നും സമയമില്ല, ഞാൻ ലേറ്റ് ആവുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവോ? നമ്മൾ ആരും പോകത്തില്ല. തുടച്ച് കളയേണ്ടതാണെങ്കിൽ അതിനെ നമ്മൾ തുടച്ച് കളയും. കഴുകി കളയേണ്ടതാണെങ്കിൽ സോപ്പിട്ട് കഴുകി കളയും അല്ലേ? അല്ല, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ എന്തെങ്കിലും ചെളി കണ്ടാലോ, ആ വസ്ത്രം മാറി നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോകത്തുള്ളൂ. ഒരാളുടെ മുന്നേ പ്രസൻറ്റ് ചെയ്യുക, അല്ലെ ഒരു മീറ്റിങ്ങിന് പോവുക, ഒരു ജോലിക്ക് പോവുക, എവിടെ പോയാലും നമ്മൾ പുറമേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതിനാണ് ഈ കണ്ണാടി നമ്മൾ നോക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവവചനം എന്ന കണ്ണാടി, ഈ വചനത്തെക്കുറിച്ച് പറയുന്നത് 2 തരം വ്യക്തികളെക്കുറിച്ച് ഈ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ 2 തരം വ്യക്തികളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ദ ഫോർഗെറ്റ്ഫുൾ ഹിയറർ ഓഫ് ദ വേർഡ്. വചനം കേൾക്കും. നമ്മളെല്ലാ മീറ്റിങ്ങിനും പോയി വചനം കേൾക്കും, യൂട്യൂബിലും വചനം കേൾക്കും, വചനം തുറന്ന് വായിക്കുന്നവർ ഉണ്ട്. അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം ദ ഫോർഗെറ്റ്ഫുൾ ഹിയറർ, അതായത് കേട്ടു, നല്ലതാന്ന് തോന്നി, പിന്നെ എഴുന്നേറ്റങ്ങ് പോയി, അതിനെക്കുറിച്ച് ഒന്നും ചെയ്തില്ല. അതായത് കണ്ണാടിയിൽ മുഖം കണ്ടിട്ട്, ചെളി കണ്ടിട്ട് അത് തുടച്ചു കളയുവോ വൃത്തിയാക്കുകയോ ചെയ്യാതെ മുൻപോട്ട് പോകുന്ന വ്യക്തി, അതാണ് ദ ഫോർഗെറ്റ്ഫുൾ ഹിയറർ ഓഫ് ദ വേർഡ്. കാരണം വചനം നമ്മൾക്ക് നമ്മുടെ പ്രാണനിൽ വരുത്തേണ്ടിയ, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടിയ വ്യത്യാസങ്ങൾ എല്ലാം ഇങ്ങനെ കാണിച്ചു തരും. പക്ഷെ അത് കാണും, അല്ലെ വചനം കേൾക്കും, അതൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മൾ മുൻപോട്ട് പോയാൽ വചനം പറയുന്നത് വി ആർ ദ ഫോർഗെറ്റ്ഫുൾ ഹിയറർ ഓഫ് ദ വേർഡ്. ദൈവവചനം കേട്ടിട്ട് അതിനെ മറന്ന് പോകുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെ കുറിച്ച് 25-ാം വാക്യത്തിൽ പറയുന്നത് ദി ഇഫക്ച്വൽ ഡൂവർ ഓഫ് ദ വേർഡ്. വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിതത്തിൽ പ്രായോഗികമായ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന വ്യക്തി. കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖത്ത് ചെളി കണ്ടാൽ കഴുകിക്കളയുക, അല്ല തുടച്ച് കളയുന്ന, വസ്ത്രത്തിൽ ചെളി കണ്ടാൽ ആ വസ്ത്രം മാറി നല്ല വസ്ത്രം ധരിക്കുന്ന വ്യക്തി. അതുപോലെയാണ് ദൈവവചനം പറയുന്നത്. വചനം വായിക്കുക, അല്ലെങ്കിൽ വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്ന വ്യക്തി ഈസ് ആൻ എഫക്ച്വൽ ഡൂവർ ഓഫ് ദ വേർഡ്. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. 1, കണ്ണാടിയിൽ നോക്കണം. 2, കണ്ണാടി കാണിച്ചു തരുന്ന ആ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ, ദൈവവചനത്തിൽ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. ഏത് പ്രതിമ? കർത്താവായ യേശു ക്രിസ്തുവിനെ. വചനത്തിൽ കൂടെ നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോൾ വി ഗോ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഗ്ലോറി ടു ഗ്ലോറി, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. കർത്താവിനെ പോലെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ പോലെ ആയി തീർന്നുകൊണ്ടിരിക്കും നമ്മൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ
നോക്കുക അല്ലെ വചനം കേൾക്കുക എന്ന് മാത്രമല്ല, കണ്ണാടിയിൽ നോക്കുക എന്ന് മാത്രമല്ല, പക്ഷെ കണ്ണാടി കാണിച്ചു തരുന്ന ചേഞ്ച് ചെയ്യേണ്ടിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ടിയ ഏരിയാസിൽ വ്യത്യാസം വരുത്താനുള്ള കൃപയും കൂടെ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.